ബി.ജെ.പിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുവാൻ പൗരന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. CPIM വർക്കല ഏരിയ സമ്മേളനത്തിലെ പൊതുസമ്മേളനം ആനത്തലവട്ടം ആനന്ദ് നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബി.ജെ.പിയും കോൺഗ്രസും ചേർന്നു നിന്നുകൊണ്ടാണ് മതനിരപേക്ഷതയുടെ പര്യായമായ ബാബറി മസ്ജിദ് തകർത്തത്. കോൺഗ്രസിന്റെ ലക്ഷ്യവും രാമരാജ്യം തന്നെ. മതന്യൂനപക്ഷങ്ങൾ ആശങ്കയിലായ കാലങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതാക്കളും അവർക്കൊപ്പമായിരുന്നു. യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികൾക്ക് മതപരമായോ വർഗീയപരമായോ പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഏകോപിതമായി പോകാൻ തയ്യാറാകാതിരുന്നതിന്റെ ഭാഗമായി അവിടെ ബി.ജെ.പി അധികാരത്തിലേക്ക് വന്നു. കോൺഗ്രസിന് ബി.ജെ.പി വിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിക്കാൻ കഴിയാതെ പോയി. ഇത് ബി.ജെ.പിയെ പരാജയപ്പെടുത്തുന്നതിലേക്ക് എത്താതിരിക്കുന്നതിന് ഒരു ഘടകമായിരുന്നു. മറ്റു പല ഘടകങ്ങളുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. ഇപ്പൊ മഹാരാഷ്ട്ര ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് നടന്നത് ഹരിയാന, ജമ്മു കാശ്മീർ. ഹരിയാനയിൽ ബി.ജെ.പി സർക്കാരിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം, മറ്റ് കക്ഷികളെ കൂടി ആശ്രയിച്ച് ഭരണം മുന്നോട്ട് പോകേണ്ട സാഹചര്യം, ആ സാഹചര്യത്തിൽ നടക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടി ഉണ്ടായാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട സ്വാധീന ശക്തിയായി മാറുമായിരുന്നു. എന്നാൽ അവിടെ കോൺഗ്രസ് മറ്റു പാർട്ടികളുമായി ഏകോപിതമായി പോകാൻ തയ്യാറായില്ല. SP ഉണ്ട്, ആം ആദ്മി പാർട്ടി ഉണ്ട്, RJD ഉണ്ട്, ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. ഇവരൊക്കെ ചേർത്ത് വച്ച് ബി.ജെ.പിക്കെതിരെ ഒരേപോലെ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ തയ്യാറായില്ല. ഫലമോ ബി.ജെ.പി മൂന്നാമട്ടം അധികാരത്തിലേക്ക് വന്നു. ബി.ജെ.പി വീണ്ടും അവിടെ അധികാരത്തിൽ വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. ശക്തമായ കർഷക പോരാട്ടങ്ങളുടെ ഭൂമികയായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായിരുന്ന ഒരിടമായിരുന്നു. അവിടെ കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായ സമീപനമാണ് ബി.ജെ.പിയെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം S ഷാജഹാൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BP മുരളി, ഏരിയ സെക്രട്ടറി MK യൂസഫ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM ലാജി, BS ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഭാരത് വിഷൻ, വർക്കല.